ശില്പ, നിങ്ങളുടെ സമരം പൊട്ടിപ്പൊളിയുകയാണ്. ബൂർഷ്വാസികളെയും ധർമ്മേന്ദ്ര പ്രധാനെയും രക്ഷിക്കാനാണ് നിങ്ങൾ ഇത് ചമയ്ക്കുന്നത് എന്നാണ് വാദം, വലതുപക്ഷവാദം. മറുപടി? ഈ വാദത്തിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. കാരണം ഇത് മറുപടി അർഹിക്കുന്നില്ല. SFI സമരം ചെയ്തത് കഴിഞ്ഞ 2 ദിവസം മുതൽ കിടന്ന നിരാഹാര സമരമല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് 6 വർഷത്തിനു മുന്നേ മുതൽ ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന ഏറ്റവും വലിയ സമരങ്ങളും മറ്റും ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ പേര് SFI എന്നാണ്. ആ രീതിയിൽ നിരന്തരമായി നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ഇന്നും ഇപ്പോൾ NEP നടപ്പിലാക്കി കഴിഞ്ഞു. ഞാൻ വരുന്നത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെ എല്ലാം ഈ പറയുന്ന NEP നടപ്പിലാക്കി കഴിഞ്ഞു. ആ സാഹചര്യത്തിലടക്കം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമരപരിപാടികളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യത്തിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിരന്തരമായി ഈ രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജന്തർ മന്ദറിൽ സമരം നടക്കുന്ന സമയത്ത് മെയ് 3-ാം തീയതി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പേപ്പർ ലീക്കായി എന്നുള്ള പേരിൽ അവരുടെ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വാർത്ത വന്ന ഏറ്റവും ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സമരം മുന്നോട്ട് വെച്ചിട്ടുള്ളത് SFI ആണ്. പല ദേശീയ മാധ്യമങ്ങളും അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് അടക്കം മാർച്ച് നടത്തിക്കൊണ്ട് ആ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് SFI ആണ്. ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നോക്കുമ്പോൾ 700-ലധികം വരുന്ന കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ടുള്ള സമരങ്ങൾ നിരന്തരമായി നടത്തുകയും 600-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഡീറ്റെയിൻഡ് ആവുകയും അവർക്ക് വലിയ രീതിയിൽ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം മാറുന്ന തരത്തിലുള്ള വളരെ വലിയ സമരങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമരം പൊട്ടി പാളീസായ എന്നൊന്നും പറയണ്ട. ഞങ്ങൾ നിരാഹാര സമരം പ്രഖ്യാപിച്ച സാഹചര്യം എന്ന് പറയുന്നത് സോനം വാങ്ചൂക്കിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിരാഹാര സമരത്തിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിരാവിലെ ആ പ്രദേശത്തേക്ക് ഇടിച്ചു കയറി വന്ന് അവിടെ കണ്ണിൽ കാണുന്ന എല്ലാ ആളുകളെയും അടിച്ച് നിരത്തി അവിടെ നിന്ന് അദ്ദേഹത്തിനെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോകുന്ന സമീപനം ഈ രാജ്യത്തിൻ്റെ സർക്കാരും ഡൽഹി പോലീസും സ്വീകരിച്ചു. ആ സമരത്തിനെ അങ്ങനത്തെ മെക്കാനിസംസ് ഉപയോഗിച്ച് അടിച്ചമർത്താൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനെ തുടർന്ന് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും സഖാവ് ആദർശ് മൊയ്ഷിയും സമരത്തിൽ നിരാഹാരം ഇരിക്കുന്നത്. 3 ദിവസം ആ സൈക്കിൾ ഇരുന്നു അവിടെ. അതിനുശേഷം ഇന്നലെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് യോഗങ്ങളും മറ്റും ചേർന്ന് ഞങ്ങൾ നിരാഹാര സമരം നിർത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് സമരം നിർത്തുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇന്നലെ അടിച്ചേർത്ത ക്രാന്തി കോർണർ ഇന്ന് ഞങ്ങൾ വീണ്ടും അത് റീബിൽഡ് ചെയ്ത് അതിനകത്തുള്ള പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ ജന്തർ മന്ദറിനകത്ത് കൃത്യമായിട്ട് അവരുടെ പ്രസൻസ് രേഖപ്പെടുത്തുന്നുണ്ട്, നിരന്തരമായി അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാജ്യത്ത് പല ഭാഗങ്ങളിൽ, കേരളത്തിനകത്തടക്കം വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ അടക്കം ഐക്യദാർഢ്യത്തോടു കൂടി വലിയ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് SFI. മറ്റ് ഇടതുപക്ഷ സംഘടനകളും അതിനെ ഈ രീതിയിൽ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇത്രയും വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 70ഓളം വിദ്യാർത്ഥികൾ ഡീറ്റെയിൻ ആവാനും 100 കണക്കിന് വിദ്യാർത്ഥികളെ അടിച്ച് ശരിപ്പെടുത്തുന്നതിനും വേണ്ടി കാത്തിരിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി അടക്കം മാറുമ്പോൾ, ഇത്രയും വലിയ സ്വന്തം അഭിപ്രായത്തിനും വോയിസിനും പേഴ്സണാലിറ്റിക്കും വലിയ വാല്യൂ ഉള്ള ഒരു വ്യക്തി ഇത്രയും നാളിന് ശേഷം വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പാരലായിട്ട് ഇന്ന് പോയി സമരം നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നു, അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സമീപനം അല്ല നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടർച്ചയായി സമരരംഗത്ത് ഞങ്ങൾ നിലനിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഈ വിഷയത്തിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടർന്നുകൊണ്ട്